വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നു പ്രിയപ്പെട്ട ചിന്മയെക്കുറിച്ച്. സമുദ്രത്തിലേക്ക് അലിഞ്ഞു ചേർന്ന് അവസാനിക്കുവാൻ പോകുന്ന നേരത്തുള്ള പുഴയുടെ മാനസിക നിലയെക്കുറിച്ച് ഖലീൽ ജിബ്രാൻ ഒരിക്കൽ എഴുതിയത് ഇപ്രകാരമായിരുന്നു: സമുദ്രത്തിൽ ലയിക്കുന്നതിന് മുമ്പ് താൻ പിന്നിട്ട വഴികളിലേക്ക് പുഴയൊന്ന് തിരിഞ്ഞു നോക്കുമത്രേ. മലനിരകളിൽ നിന്നും ആരംഭിച്ച് കാടും മലകളും നാടും പട്ടണവും താണ്ടി താൻ ഒഴുകി നീങ്ങിയ അതിമനോഹരമായ കഴിഞ്ഞ കാലത്തെക്കുറിച്ചോർത്ത് അവളൊന്ന് നെടുവീർപ്പിട്ട് സമുദ്രത്തിലേക്ക് ഇഴകിച്ചേരാൻ മടിച്ചു നിൽക്കുമെങ്കിലും ഒടുവിൽ ഒരു കാര്യമാണ് അറിയുന്നത്: എന്തു വന്നാലും നേരിടുക തന്നെ. അങ്ങനെ ഒരു ധീരമായ തീരുമാനത്തിലെത്തുകയും നേർത്തൊരു ചിരിയോടെ ആത്മവിശ്വാസം തുടിക്കുന്ന ചുവടുകളോടെ സമുദ്രത്തിന് നേർക്ക് നടന്നെടുക്കുകയും ചെയ്യുമെന്ന്. പിന്നീട് സമുദ്രത്തിൽ ലയിച്ചതിന് ശേഷം പതിയെ ആ പുഴ തിരിച്ചറിയുമത്രേ താൻ സമുദ്രത്തിൽ ലയിച്ചില്ലാതാവുകയല്ല, മറിച്ച് സ്വയം സമുദ്രമായി മാറുകയായിരുന്നെന്ന്. അതുപോലെ ഒരിക്കൽ ഇരകളായിരുന്നവർ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്ന മീ ടു ക്യാമ്പയിൻ ശക്തമായിരുന്ന 2018 തമിഴ് സിനിമാ ലോകത്തെ ചക്രവർത്തിയായിരുന്ന വൈരമുത്തുവിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിക്കാനും MLA-യും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് സംഘടനയുടെ പ്രസിഡന്റുമായിരുന്ന രാധാരവിക്കെതിരെ പരാതിപ്പെട്ട പെൺകുട്ടികൾക്ക് പിന്തുണ നൽകാനും തീരുമാനിക്കുമ്പോൾ സമുദ്രത്തിൽ ലയിക്കാൻ പോകുന്ന പുഴ പിന്തിരിഞ്ഞു നോക്കുന്നത് പോലെ അവരും തന്റെ പിന്നിട്ട കാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവിടെ 4 വയസ്സ് മുതൽ അമ്മയിൽ നിന്നും കർണാട്ടിക് സംഗീതം പഠിച്ചു തുടങ്ങുന്ന കുഞ്ഞായും കർണാട്ടിക് സംഗീതത്തിൽ കേന്ദ്ര സർക്കാരിന്റെ CCRT സ്കോളർഷിപ്പ് നേടുന്ന 10 വയസ്സുകാരിയായും ഓൾ ഇന്ത്യ റേഡിയോ പ്രോഗ്രാമിൽ ഗസലിന് ഗോൾഡ് മെഡൽ നേടിയ 16-കാരിയായും ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിന് സിൽവർ മെഡൽ നേടിയ 18-കാരിയായും സൺ TV-യിലെ സപ്തസ്വരങ്ങൾ എന്ന പ്രോഗ്രാമിൽ ജേതാവായി അതിലെ മെയിൻ ജഡ്ജായിരുന്ന ശ്രീനിവാസ് സാറിന്റെ അകമഴിഞ്ഞ പ്രശംസയ്ക്ക് പാത്രമാവുകയും അദ്ദേഹത്തിന്റെ പിന്തുണയോടെ ശ്രീ AR റഹ്മാന്റെ കളരിയിലേക്ക് എത്തപ്പെടുകയും ARന്റെ കൂടെ ഒരു ദൈവം തന്ന പൂവയിലൂടെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരവും നേടിക്കൊണ്ട് സിനിമാ ലോകത്തേക്ക് വലതുകാൽ വെച്ച 18-കാരിയായും 10ഓളം ഭാഷകളിലായി 2000ഓളം പാട്ടുകൾ പാടിയ ഗായികയായും ഭൂമികയ്ക്കും കാജൽ അഗർവാളിനും കങ്കനയ്ക്കും സാമന്തയ്ക്കും സമീറയ്ക്കും തൃഷയ്ക്കും നയൻതാരയ്ക്കും ആമി ജാക്സനും അനുഷ്കയ്ക്കും പ്രിയങ്ക ചോപ്രയ്ക്കും ശബ്ദം നൽകിയ വോയിസ് ആർട്ടിസ്റ്റായും ഇന്ത്യൻ സിനിമാ ലോകം കണ്ട ഏറ്റവും വലിയ ഇവന്റായ 100 Years ഓഫ് ഇന്ത്യൻ സിനിമ എന്ന പ്രോഗ്രാം ആങ്കർ ചെയ്തുകൊണ്ടും ചുറ്റിലും പ്രകാശം പരത്തി തിളങ്ങി നിൽക്കുന്ന അവരെ പിന്നിട്ട വഴികളിൽ അവർക്ക് കാണാം. പിന്നിലുള്ള തെളിനീരിനെ മറന്നുകൊണ്ട് കറുത്ത കരിങ്കടലിൽ ലയിക്കാൻ പുഴ തീരുമാനമെടുത്തതുപോലെ നഷ്ടപ്പെടുവാൻ പോകുന്ന സുവർണാവസരങ്ങളെയോ നേരിടേണ്ടി വന്നേക്കാവുന്ന പ്രതിസന്ധികളെയോ കുറിച്ചോർത്ത് ആവലാതിപ്പെടാതെ അവർ വേട്ടക്കാർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. തമിഴ് സിനിമയിൽ നിന്നുള്ള അപ്രഖ്യാപിത വിലക്കായിരുന്നു അവരുടെ ആ തീരുമാനത്തിനുള്ള പ്രതിഫലം. കരിയറിന്റെ ആദ്യ 16 വർഷങ്ങളിൽ 250-ലേറെ പാട്ടുകൾ അവരെ തേടിയെത്തിയപ്പോൾ 2018 ശേഷം വിരലിലെണ്ണാവുന്ന പാട്ടുകൾ മാത്രം വഴിതെറ്റി അവരെ തേടി വരേണ്ട അവസ്ഥ. മാതൃഭാഷയിൽ നിന്നുള്ള പാട്ടുകൾ കിട്ടാത്തപ്പോഴും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ സംഘടനയിൽ നിന്നും പുറത്താക്കിയപ്പോഴും എടുത്ത തീരുമാനത്തെ കുറിച്ചൊന്ന് പുനർചിന്തിക്കേണ്ട കാര്യം പോലുമില്ല. അതായിരുന്നു അവരുടെ നിലപാട്. മാതൃഭാഷ കൈകാര്യം ചെയ്യുന്ന അതേ അനായാസതയോടെ മലയാളവും ഹിന്ദിയും തെലുങ്കും തുളുവും മറാത്തിയും കന്നഡയും ഇംഗ്ലീഷും ഫ്രഞ്ചും ജർമ്മനും കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന അവർക്കുറപ്പായിരുന്നു മറ്റു ഭാഷകൾ അവർക്കുള്ള വഴിവെട്ടുമെന്ന്. ഒരിക്കൽ തങ്ങളുടെ സ്വന്തമായിരുന്നവൾ തങ്ങളെ മറന്ന് അന്യഭാഷകളിൽ തുടർ ഹിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്നത് തമിഴ് ജനത നോക്കി നിൽക്കേണ്ടി വന്ന അവസ്ഥ. ഒടുവിൽ 2023 ലിയോയ്ക്ക് വേണ്ടി തൃഷയ്ക്ക് ശബ്ദം നൽകുവാനായി ലോകേഷ് എല്ലാ നിയമങ്ങളും വിലക്കുകളും മറികടന്നുകൊണ്ട് അവരെ തേടിച്ചെന്നപ്പോൾ കമൽഹാസൻ, മണിരത്നം, AR റഹ്മാൻ എന്നീ ഇന്ത്യൻ സിനിമയിലെ 3 ഇതിഹാസങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന അവരുടെ പുതിയ പടമായ തഗ് ലൈഫിന്റെ ഓഡിയോ ലോഞ്ച് വേദിയിൽ മുത്തമഴ എന്ന ഗാനം തമിഴിൽ പാടിയ ഗായികയ്ക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം ആ ഗാനം സ്റ്റേജിൽ പാടുവാൻ അവസരം കിട്ടിയപ്പോൾ ആ ക്ഷണം സ്വീകരിച്ച് അവർ പാടിയ പാട്ടിന് ആ സിനിമയേക്കാൾ പ്രശംസ കിട്ടുന്നതും ആ പാട്ട് ആളുകൾ ആഘോഷിക്കുന്നതും വർഷങ്ങൾക്ക് ശേഷം എല്ലായിടത്തും തന്റെ പേര് വീണ്ടും ചർച്ചയാവുന്നത് കണ്ടു നിൽക്കവേ കലങ്ങി മറിഞ്ഞ സമുദ്രത്തിലേക്ക് അലിഞ്ഞു ചേർന്ന പുഴ ഒടുവിൽ തിരിച്ചറിഞ്ഞതുപോലെ അവരും തിരിച്ചറിയുകയായിരുന്നു. താനെന്ന പുഴ അവസാനിക്കുകയല്ല, താനൊരു സമുദ്രമായി മാറുകയാണെന്ന്. പ്രിയ ചിന്മയി, 1974 പോർച്ചുഗലിലെ കാർണേഷൻ റവല്യൂഷനിൽ മുഖ്യ പങ്കുവഹിച്ച നാടോടി ഗായകൻ ജോസ് അൽഫോൺസ എഴുതിയ ഗ്രാൻഡോല വില മൊറേന എന്ന കവിതയിലെ തെരുവിന്റെ ഓരോ മൂലയിലും ഒരു സ്നേഹിതനിരിപ്പു എന്ന വരി ഉറക്കെ പാടിക്കൊണ്ട് തെരുവുകളിലേക്ക് ഇറങ്ങിയ സൈനികരെ കാർണേഷൻ പൂക്കൾ നൽകി ജനങ്ങൾ സ്വീകരിച്ചതുപോലെ ഇനിയും ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന, ഞങ്ങളിൽ പ്രതീക്ഷ ജനിപ്പിക്കുന്ന പാട്ടുകളുമായി ഞങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരും. നിങ്ങൾക്കായി 1000 കാർണേഷൻ പൂക്കളുമായി നിങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. പ്രിയ ചിന്മയി, നിങ്ങളോടൊപ്പം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.